മൗനരാഗം എന്ന സീരിയലിൽ ഡബിൾ റോൾ ചെയ്യുന്നത് വന്ദന വരുൺ എന്ന ക്യാരക്ടർ ചെയ്യുന്ന ജിഷ്ണു ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ നമസ്കാരം. ഞാൻ ഇന്നൊരു ലേഡി ഗെറ്റ് പ്രതീക്ഷിച്ചു. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഇന്റർവ്യൂവിൽ ഞാനായിട്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണെങ്കിലും നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിലും അതുപോലെ ബസ് സ്റ്റാൻഡിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പോവുകയാണെങ്കിൽ തന്നെ എല്ലാവരും നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം. കാരണം ഏഷ്യാനെറ്റ് പോലുള്ള വലിയൊരു ചാനലിൽ നിന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത്. കുറേ ആൾക്കാരുടെ ഫോട്ടോസ് ഇതുപോലെ ഓഡിഷൻ ഫോട്ടോസൊക്കെ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു, അതൊന്നും സെലക്ട് ചെയ്തില്ല. അവസാനം എൻ്റെ ഫോട്ടോ ആണ് ഇങ്ങനെ കൊടുത്തത്. ലേഡി ഗെറ്റപ്പും മെയിൽ ഗെറ്റപ്പ് രണ്ടും അയച്ചു കൊടുത്തപ്പോൾ ഓക്കെ, അപ്പം തന്നെ അത് അയച്ചപ്പോൾ തന്നെ റിസൾട്ട് ഓക്കെ എന്നാ പറഞ്ഞത്. അത് വലിയൊരു കാര്യമാണ്. അതിലിപ്പം ആ ഫീമെയിൽ ക്യാരക്ടർ വെച്ചാൽ ഊമയാണ്. അപ്പം എക്സ്പ്രഷൻസ് കൊണ്ടാണ് അത് ഗേൾസിന് പോലും ഡിഫിക്കൽട്ട് ആണ് എക്സ്പ്രഷൻ കൊണ്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു മെയിൽ ആയിട്ട് എന്നിട്ട് അത് എങ്ങനെയാണ് ആ ഫീമെയിൽ ഗെറ്റപ്പിൽ എക്സ്പ്രഷൻ ഇട്ട് അഭിനയിക്കാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഇത്രയും ക്യാമറയുടെ മുന്നിൽ അതുപോലെ ഇത്ര ആളുകൾ നമുക്ക് ഡയലോഗ് പറയുന്നു, ഡയലോഗ് ശ്രദ്ധിക്കണം, എക്സ്പ്രഷൻസ് ശ്രദ്ധിക്കണം. ആക്ഷൻ ആണ്. പക്ഷെ ആക്ഷൻ ഉണ്ടെങ്കിലും മൈൻഡ് വോയിസ് ഉണ്ടാവും. അതിൽ കമന്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഓരോരുത്തര് എന്റെ വീട്ടിലേക്ക് വരണം, അമ്മേനെ വിടണോ, അച്ഛനെ വിടണോ, എന്റെ ഏട്ടന് പെണ്ണ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ആണോ ചോദിച്ചിട്ട് എനിക്ക് ഇതുപോലെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഈ ക്യാരക്ടർ ഏട്ടൻ പോവാണ്, അപ്പൊ പോകുന്ന സമയത്ത് ആ ഒരു എക്സ്പ്രഷൻസ് ഇടണം. പൂവാണ്, ഏട്ടൻ പൂവാണ്, അപ്പൊ ആ ഏട്ടനോടുള്ള എക്സ്പ്രഷൻ ഉണ്ടാവുമല്ലോ, എക്സ്പ്രഷൻ. അപ്പൊ ആണുങ്ങൾ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഫ്ലേർട്ടി മെസ്സേജസ് ഒക്കെ അയക്കും. ഒബ്വിയസ്ലി കമന്റ്സ് കാണുമ്പോൾ തന്നെ DMs ൽ. അപ്പൊ അതൊക്കെ എന്താണ് അയക്കുന്നത്? ഒരുപാട് പേര് നിങ്ങൾ ഷേപ്പ് അടിപൊളി ഷേപ്പാണല്ലോ, പെൺകുട്ടികൾക്ക് പോലില്ല ഇങ്ങനത്തെ ഷേപ്പ്, ഇത് എങ്ങനെ ഇത് ഒറിജിനലിനെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുറെ നായികമാരുടെ കാര്യങ്ങളൊക്കെ പറയും, അതുപോലെയാണോ എന്നൊക്കെ എന്നോട് ചോദിക്കും. ഊഹാപോഹത്തിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി, ആരാണെന്ന് ഞാൻ പറഞ്ഞു തരൂല. എനിക്ക് നീ അടുത്തേറലോ. ഓക്കെ,